ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ കുറേ പേര് നമുക്ക് ഇപ്പോഴും കമന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സാംസങ് S23 ഇപ്പോൾ വാങ്ങിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചിട്ട് ഇഷ്ടം പോലെ കമന്റ് ഇപ്പോൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുണ്ട്. എൻ്റെ വൈഫ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 6 മാസമായിട്ടുണ്ട്. അപ്പോൾ രണ്ട് S23 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടും 256 GB ആണ്. എൻ്റെ ബ്ലാക്ക് ആണ്, വൈഫിൻ്റെ ഉപയോഗിക്കുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമുക്ക് 256 GB റേഞ്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 55,000 താഴെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50,000 അല്ലെങ്കിൽ 45,000 രൂപയ്ക്ക് റേഞ്ചിലൊക്കെ നമുക്ക് ഓഫർ ടൈമിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ നോക്കുമ്പോൾ ഈ സാധനം അത്യാവശ്യം നല്ല കിടിലൻ സാധനം തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാം, ഒരു പ്രോബ്ലം വരില്ല. പിന്നെ നിങ്ങൾക്ക് നോർമലി അറിയാവുന്നത് പോലെ തന്നെ വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഡിവൈസും, അത് സാംസങ് അല്ല, ഈവൻ ആപ്പിൾ ആയിക്കോട്ടെ, എൻ്റെ ആപ്പിൾ iPhone 3 നമ്മൾ iPhone 13 ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ട് ഒരു 1.5 കൊല്ലം ആവാറായപ്പോൾ ആഫ്റ്റർ അപ്ഡേറ്റ് എൻ്റെ സ്ക്രീൻ അടിച്ച് പോയിട്ടുണ്ടെന്ന് വന്നിട്ട് ഞാൻ 15ലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. ഞാൻ അതിന് കംപ്ലൈൻറ്റ് സംഭവം കൊടുത്തിട്ടായിരുന്നു. ഞാനത് ഓഫ്ലൈനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി അവർ അത് റീപ്ലേസ്മെൻ്റ് ആയിട്ട് എടുത്തുട്ടാ. അപ്പോൾ അങ്ങനെയാണ് ഞാനത് വാങ്ങിച്ചത്. അപ്പോൾ ഏത് മാങ്ങയിലും ഇപ്പോൾ എന്താ പറയുക, മാങ്ങയിലും ഓറഞ്ചായാലും ആപ്പിളായാലും ഏതായാലും ഇപ്പോൾ സ്ക്രീൻ ഇഷ്യൂ വരും ആഫ്റ്റർ അപ്ഡേറ്റ്. അത് അവരുടെ പുതിയൊരു മാർക്കറ്റിംഗ് പരിപാടി എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ വരുന്നത് മെയിനായിട്ട് ഈ LED സ്ക്രീനിലാണ്, AMOLED സ്ക്രീനിലാണ്, OLED സ്ക്രീനിലാണ്. അതെല്ലാം സാംസങ്ങിൻ്റെയും LGയുടെയും അണ്ടറിൽ വരുന്ന ഒരു സ്ക്രീനാണ്. അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് കൽപ്പിച്ച് കൂട്ടി ഇവർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. അവരുടെ പുതിയ മോഡൽസ് സെയിൽ ആവണമല്ലോ. എന്താ വെച്ചാൽ കുറേ കാലം ആക്ച്വലി OLED സ്ക്രീൻസ് ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഈ ഇഷ്യൂ വരുന്നത്. അതാണ് ഒരു ഡൗട്ട് വരുന്നൊരു സംഭവം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇഷ്യൂ ഇപ്പം നോർമലി ഇപ്പോൾ ആദ്യം ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ iPhone 13 ഒക്കെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ആ ടൈമിൽ ഇറങ്ങിക്കുന്ന ഡിസ്പ്ലേയിൽ മാത്രമേ ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും പുതിയ OnePlusലും സാംസങ്ങിലും അതുപോലെ തന്നെ ഐഫോണിലും എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആക്ച്വലി നിങ്ങൾക്ക് സെപ്പറേറ്റ് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ്. പക്ഷേ എന്തായാലും ഇപ്പോൾ സാംസങ്ങിലായാലും നമുക്ക് വാറണ്ടി എക്സ്റ്റൻഷൻ കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8,000 രൂപയ്ക്ക് കാണിക്കുന്നത്. പക്ഷെ എന്നാലും അത് വേർത്തല്ല. 8,000 രൂപയ്ക്ക് കൊടുത്ത് അത് ആപ്പിളിലാണെങ്കിൽ 15,000-20,000 കാണിക്കും. അപ്പോൾ ഇത് ആക്ച്വലി ഇന്ത്യയിലത്തെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ആണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൺസ്യൂമർ കോർട്ട് റൂൾസുകളൊന്നും സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ആക്ച്വലി കമ്പനി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു ബഗ്ഗായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഓൾറെഡി സ്ക്രീനിൻ്റെ ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇത്ര അധികം ഡിവൈസുകൾ ഇത്രയും കാലമായിട്ട് വരുന്നത് തന്നെ ഇവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാതെ ഇവരെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇത് പുതിയ ടെക്നോളജി ഒന്നല്ല. അപ്പോൾ ഇത് മിക്കതും ഉടായ്പ പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഇതിനെതിരെ കേസ് കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ കേസ് കൊടുത്തിട്ട് അതിനെ ലീഗലി മൂവ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ എങ്ങനെ എല്ലാവരും നമ്മുടെ ഇവിടെ അങ്ങനെ ആരും ഈ കൺസ്യൂമർ കോർട്ടിൽ സംഭവം ഒന്നും പോകാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇപ്പോൾ കമ്പനികൾ നമ്മളെ കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ട് ഈ സാംസങ് S23 എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാ സാധനത്തിനും ഇപ്പോൾ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് അണ്ടർ വാറന്റിയിൽ നിങ്ങൾ പേടിക്കേണ്ടി വരില്ല. ഒരു 99% സ്ക്രീൻ ഇഷ്യൂ വരില്ല. അതാണ് ഞാൻ പറഞ്ഞില്ല, കുറേ സംശയം റെഡ് ഫ്ലാഗുകൾ ഉണ്ട് അതിലൊക്കെ. അപ്പോൾ ഇത് സ്ക്രീനൊക്കെ കിടിലൻ സ്ക്രീനാണ്. ഞാൻ ഇപ്പോൾ ഒരു ലൈവ് സ്ക്രീനായിട്ട് വെക്കുന്നത്, നമ്മുടെ ലോക്ക് സ്ക്രീൻ വാൾപേപ്പറും അതുപോലെ തന്നെ സ്ക്രീനൊക്കെ കിടിലനാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഓൾമോസ്റ്റ് ഞാനിതെൻ്റെ സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത്, ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചില്ല, അതാണ് എൻ്റെ പ്രൈമറി ഫോൺ. എന്നാലും അത്യാവശ്യം നമ്മൾ യൂസൊക്കെ വരുന്നുണ്ട്. ഇതിലെൻ്റെ നമ്മുടെ വർക്ക് ഫോണായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം ഓൾമോസ്റ്റ് നമുക്ക് ഒരു 5.5-5.25 ആണ് നമുക്ക് മണിക്കൂറാണ് നമുക്ക് ഓൾമോസ്റ്റ് സ്ക്രീൻ ഓൺ ടൈം ആയിട്ട് കിട്ടുന്നത്. ഞാൻ ആക്ച്വലി ബാറ്ററി പ്രൊട്ടക്ഷൻ മോഡ് ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് 80% ആകുമ്പോൾ ബാറ്ററി കട്ട് ഓഫ് ആവും, ചാർജ് ഫുൾ ആവില്ല. അതായത് സൈക്കിൾ കുറയ്ക്കാനുള്ള പരിപാടിയാണ്. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ ഫീച്ചേഴ്സ് സംഭവം വരുന്നുണ്ട്, ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് സംഭവം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞാൻ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ലേറ്റസ്റ്റ് നമ്മുടെ ഫേംവെയർ അപ്ഡേറ്റ് കാണിച്ചു തരാം. എന്താ ഞാനിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ ഓഗസ്റ്റിലത്തെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ വന്നോ എന്ന് വെച്ചാൽ ഇവരെ കറക്റ്റ് എല്ലാ മാസവും നമുക്ക് അപ്ഡേറ്റ് വരുന്നുണ്ട്. അതാണ് സാംസങ്ങിൻ്റെ ഒരു ഭയങ്കര ഹൈലൈറ്റ്. ഇപ്പോൾ ഞാൻ പിക്സൽ എടുത്തപ്പോൾ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിക്സലിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ മോട്ടറോള അങ്ങനത്തെ ഡിവൈസ് എടുക്കുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അപ്ഡേറ്റ്സ് തീരെ റെഗുലർ അല്ല നമുക്ക്. പക്ഷേ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ എന്താ നെറ്റ് അടിച്ചു പോയോ ബിസിനസ്സിൽ കുറേ നേരമായാലും ചെക്ക് അപ്ഡേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ സൈബർ വേൾഡിൽ അതിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ്, അത് ഫുൾ അപ്ഡേറ്റ് തന്നെയാണ്. ഓഗസ്റ്റ് ഇപ്പോൾ സെക്യൂരിറ്റി പാച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ കറക്റ്റ് എല്ലാ മാസം അപ്ഡേറ്റ് കിട്ടും. അപ്ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക വർക്ക് ഡീറ്റെയിൽസ് അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മിക്ക ആൾക്കാരുടെയും നമ്മുടെ ഫോണിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഹാക്ക് ആവാനുള്ള അല്ലെങ്കിൽ ബഗ്സുകളും സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് തന്നെ പോകണം. അതിനാണ് ഏറ്റവും ഇവർ കമ്പനിക്കാരടക്കം സെക്യൂരിറ്റി പാച്ച് ഇറക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകണം. അതാണ് അതിൻ്റെ ഒരു നമ്മളെ എക്സ്പോർട്ടിൻ്റെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. കറക്റ്റായിട്ട് അപ്ഡേറ്റ് വരുന്നുണ്ട്, അത് നമുക്ക് എന്തായാലും പറയാം.
ക്യാമറ ഒരു രക്ഷയില്ലാട്ടോ. നൈറ്റ് മോഡൊക്കെ ഒരു രക്ഷയില്ലാത്ത നൈറ്റ് മോഡ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ iPhone 15 ഇതിലും നൈറ്റ് മോഡിൽ എടുത്താണ്ടല്ലോ അത്രയും ഡിഫറൻസ്. ആക്ച്വലി ഇതിന് നൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലാഷ് ഒന്നും ഉപയോഗിക്കില്ല. ഐഫോൺ ഫ്ലാഷ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നൈറ്റ് മോഡ് ഓഫ്, അത് ഓട്ടോമാറ്റിക് ആണല്ലോ സംഭവം എടുക്കുക. ഇതിൽ ഫ്ലാഷ് ഒന്നും ഉപയോഗിക്കാത്ത കാരണം നല്ല ക്ലിയർ ആയിട്ട് തന്നെ സംഭവം കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ ബാക്ക് ക്യാമറ ആയിക്കോട്ടെ കിട്ടില്ല. എനിക്ക് ഒരു രക്ഷയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഭയങ്കര കോമ്പാക്റ്റ് ആണ്. S23 Plus നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കിട്ടില്ല, അത് നിർത്തി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പോകേണ്ടത് S24 Plusലേക്ക് പോകേണ്ടി വരും, അതിന് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഈ പ്രൈസിന് ശരിക്കും ആക്ച്വലി ഇതിൻ്റെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ പ്രൈസ് 50,000 രൂപയെ പാടുള്ളൂ. 50,000 രൂപയ്ക്ക് ശരിക്കും വാല്യൂ ഫോർ മണി ഫോണാണ്. ഇവർ ആക്ച്വലി വിൽക്കുന്നത് നിങ്ങൾക്ക് അവരുടെ ബ്രാൻഡ് വാല്യൂ ഒക്കെ കൂട്ടിയിട്ടാണ് അവർ വിൽക്കുന്നത്. അതുപോലെ തന്നെ ഐഫോണും ഈ സാധനം iPhone 15 ബേസ് വരെയാണ് ശരിക്കും അവർ വിൽക്കുന്ന പ്രൈസ് 67-68 രൂപയാണ്. ശരിക്കും ഈ സാധനം 50,000 രൂപയുടെ വാല്യൂ ഉള്ളൂ. അത്രയ്ക്കും സ്പെക്സ് സംഭവിക്കുള്ളൂ. പോരാ തന്നെ ഡിസ്പ്ലേ പോലും റിഫ്രഷ് ആയിട്ട് കുറവാണ്. അതാണ് ഇവരൊരു ബാക്കിയൊക്കെ അവരുടെ പ്രീമിയംനെസ് അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ വാല്യൂവിന്റെ പ്രൈസ് ഒക്കെ അടിച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് പ്രൈസ് ഈ സാധനം. ഇപ്പോൾ ഇതിപ്പോഴും അവർ പുതിയ മോഡൽസുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് പുതിയ പ്രൊഡക്ഷൻ മോഡൽസ് ലോഞ്ച് ചെയ്യുന്നു. പഴയ മോഡൽസ് അല്ല വരുന്നത്. ഇപ്പോൾ ഞാൻ റീസെന്റ് എൻ്റെ 2 സാംസങ് വാങ്ങിച്ചത് ഒറിജിനൽ ഒഫീഷ്യൽ സാംസങ്ങിന്റെ സൈറ്റിൽ നിന്നാണ്, അല്ലാണ്ട് ഫ്ലിപ്കാർട്ടൊന്നും അല്ല. ഫ്ലിപ്കാർട്ട് നമുക്ക് ഞാൻ ഇതുപോലെ സാംസങ്ങിന്റെ ഒരു വാച്ച് വാങ്ങിച്ചിട്ട് എനിക്ക് പണി കിട്ടിയതാണ്. 2 കൊല്ലം പഴയ സ്റ്റോക്കൊക്കെ നമുക്ക് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നോർമലി ഒരു സാധനം വാങ്ങിക്കാറില്ല, ഉടായ്പ പരിപാടികളാണ് അമ്മമാർ. പിന്നെ ഡ്രസ്സ് അങ്ങനത്തെ സാധനമൊക്കെ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ സാംസങ്ങിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയത്. എനിക്ക് സാംസങ്ങിന്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ സാംസങ്ങിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് ഗുണം എന്താ വെച്ചാൽ നമുക്ക് ലേറ്റസ്റ്റ് പ്രൊഡക്ഷൻ മാനുഫാക്ചർ ചെയ്ത സാധനം കിട്ടും. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഒക്കെ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അതിൻ്റെ ബോക്സ് കാണിച്ചുതരാം. ഞാൻ പറഞ്ഞില്ല, ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 മാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. 2 ബോക്സ് ഉണ്ടോ. ഇത് ഒരെണ്ണം വൈഫിൻ്റെ ആണ്. ഇതാണ് ഏറ്റവും ആദ്യം വാങ്ങിച്ചത്. ഇതിൻ്റെ മാനുഫാക്ചറിങ് വരുന്നത് എവിടെ, ചേട്ടാ അതെവിടെ പോയി, എവിടെ ഉണ്ടായിരുന്നല്ലേ. ജനുവരി 2024. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 6 മാസം ആയിട്ടുണ്ട്. ഇത് ജൂൺ 2024 കണ്ടോ. അതാണ് വ്യത്യാസം. ലേറ്റസ്റ്റ് സാധനം വരുന്നത്. പഴയ സ്റ്റോക്കൊന്നല്ല, ഫ്ലിപ്കാർട്ട് ചെയ്യുന്ന പോലെ പഴയ സ്റ്റോക്കൊന്നല്ല നമുക്ക് സാംസങ്ങിൻ്റെ ആയിരുന്നു വാങ്ങിക്കാം. അപ്പോൾ എപ്പോഴും സാംസങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ മെജോറിറ്റി ഒന്നെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ എന്താ വെച്ചാൽ ഒഫീഷ്യലായിട്ടുള്ള സാംസങ്ങിൻ്റെ ഷോപ്പ് വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കാൻ നോക്കുക, ആപ്പ് ത്രൂ വാങ്ങിക്കാൻ നോക്കുക. എന്താ വെച്ചാൽ ഞാൻ ഈ സെയിം വാച്ച് തന്നെ ഞാൻ ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇത് സാംസങ്ങിൻ്റെ വാച്ച് 4 ക്ലാസിക് LTE മോഡലാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് 9,000 രൂപയ്ക്കാണ് കിട്ടിയത്. ഇതേ മോഡൽ ഞാൻ മുമ്പ് നമ്മുടെ വൈഫിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സിൽവർ കളർ. ഞാൻ വീഡിയോയിലൊക്കെ അൺബോക്സ് നോക്കിയത് അത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചിട്ടാണ്. ആ സാധനം ലേറ്റസ്റ്റ് സാധനമായിരുന്നു. ഇതുപോലെ തന്നെ പുതിയ മാനുഫാക്ചറിങ് സാധനമായിരുന്നു. ഈ സാധനം അതിൻ്റെ ബോക്സ് കണ്ടാൽ നമുക്കറിയാം പഴഞ്ച സാധനമായിരുന്നു. ഇതാണെങ്കിൽ ഡെഡ് ഓൺ അറൈവലായിരുന്നു. നമ്മളതിൻ്റെ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു ഇഷ്യൂ വന്നിട്ട്. ഞാൻ എന്നിട്ട് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സർവീസ് സെൻ്ററിൽ പോയിട്ടാണ് അവർ ശരിയാക്കി തന്നത്, റീപ്ലേസ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാനത് തീരെ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്കൊരു ആമസോൺ ഓർഡർ തന്നിരുന്നു, വാങ്ങിച്ചിട്ട് വരാട്ടെ. അപ്പോൾ നമുക്കിവിടെ ഞാനിവിടെ ആക്ച്വലി ഇക്കോഷോ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളത് കണ്ടായിരിക്കും. നമ്മൾ റൂം ചെറുതായിട്ട് സ്മാർട്ടാക്കി അതിൻ്റെ വീഡിയോ വളർത്തി പോയി കണ്ടുനോക്കട്ടെ, നമ്മുടെ മെയിൻ ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം കണ്ണും പൂട്ടി ഇപ്പോഴും വാങ്ങിക്കാട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് അത്യാവശ്യം 4 കൊല്ലം നമുക്ക് 4 years ഓഫ് അപ്ഡേറ്റ് നമുക്ക് കിട്ടും. എന്തായാലും നമുക്ക് എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർ മാക്സിമം 2 കൊല്ലമൊക്കെ ഇപ്പോൾ സാധാരണ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ പോകുകയാണെങ്കിൽ മാക്സിമം ചിലപ്പോൾ 3 കൊല്ലം ഉപയോഗിക്കായിരിക്കും. എന്നാൽ അപ്പോഴും ഈ ഫോൺ എപ്പോഴും സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ 8 GB റാമോ 256 GB മോഡലാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ യൂസ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇപ്പം തന്നെ ഒരു ലാഗും ഒരു സംഭവമൊന്നുമില്ല, ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ ഞാൻ ആക്ച്വലി റിഫ്രഷ് ആയിട്ടൊക്കെ 128 GB ഇട്ടേക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു എന്താ പറയുക മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഭയങ്കര സ്ലിം കേസ് ആയിട്ടുള്ള നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു എയർ എന്ന് പറഞ്ഞൊരു സ്ലിം കേസാണ് ഉപയോഗിക്കുന്നത്. ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട്, പക്ഷേ ഡ്രോപ്പ് പ്രൊഡക്ഷൻ സംഭവമൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കറക്റ്റാ ഒരു ഫോൺ പിടിക്കുന്ന പോലെ തന്നെ നിന്ന് തോന്നും, കേസ് കിട്ടുന്നൊന്നും തോന്നില്ല. അതാണ് ഇതിൻ്റെ ഗുണം. ഇത് സ്പീക്കറിൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് ആമസോണിലൊക്കെ അവൈലബിൾ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാട്ടുണ്ടോ. സ്പീക്കറിൻ്റെ ക്ലിയർ ആണല്ലോ സോണിയെ അതാണ്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കണ്ടോ. അപ്പോൾ ഓവറോൾ ഒരു കിടിലൻ ഡിവൈസ് തന്നെയാണ്. ഇപ്പോഴത്തെ ടൈമിലും ഈ സാധനം കണ്ണും പൂട്ടി വാങ്ങിക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം ഇല്ല. അത് ഗ്യാരണ്ടി സാധനം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ആയിരിക്കും ആൻഡ്രോയിഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ തന്നെ നോക്ക് സെക്യൂരിറ്റി പ്രൊവൈഡർ ആണ്. അത് നല്ലൊരു കിടിലൻ സാധനമാണ്. നോക്ക് സെക്യൂരിറ്റിനെ കുറിച്ച് ശരിക്കും ഒരു സെപ്പറേറ്റ് വീഡിയോ എടുക്കേണ്ടതാണ്. പിന്നെ ഇപ്പോൾ ഇവരുടെ അപ്ഡേറ്റ്സുകളായിക്കോട്ടെ, ക്യാമറ പെർഫോമൻസ് ഞാൻ കാണിച്ചുതരാം. ക്യാമറ ചുമ്മാ ഒന്ന് ഞാൻ കാണിച്ചുതരാം. ഉണ്ടോ, നിങ്ങളിതിൽ സൂം ചെയ്താൽ തന്നെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, അതാണ്ടോ
പിന്നെ S23 അൾട്രയുടെ അത്ര സൂമിംഗ് ഒന്നും ഇല്ല, അതുവരെ കാര്യം. എന്നാലും നമുക്ക് അത്യാവശ്യം 3x ഇതിൽ എത്ര കിട്ടും നോക്കട്ടെ, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. നമ്മൾ സൂം 30x നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ടും കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതിപ്പോൾ ഈ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സെൽഫി ഞാൻ ലോ ലൈറ്റ് മോഡിൽ എങ്ങനെയിട്ട് നമുക്ക് നോക്കി നോക്കാട്ടോ. ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇരുട്ടാണ്. അപ്പോൾ ഇതിൽ ലോ ലൈറ്റ് മോഡ് നോർമലി ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ലോ ലൈറ്റ് മോഡിൽ ഞാൻ iPhone 15 ഇതിൽ ഞാൻ എടുത്ത ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതായിരിക്കും. ഇതിപ്പോൾ ഫ്ലാഷ് ഒന്നും അടിച്ചില്ല, അല്ലാണ്ടാണ് ഇവരെടുത്തേക്കുന്നത്. ഇതാ നോക്കിയേ, ഇത്രയും ക്ലാരിറ്റിയിൽ കിട്ടി. ഇതേ സാധനം ഞാൻ iPhone 15 എടുത്ത് കാണിച്ചു തരാം. കുറേ പേര് ഞാൻ iPhone പൊട്ടയെന്ന് പറയുമ്പോൾ എടുത്ത് പറയാറുണ്ട്. ഇതേ സാധനം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതാ iPhone 15 എടുത്തു, ഇതാ ക്യാമറ എടുത്തു, ഫോട്ടോ മോഡ് എടുത്തു. ഇതിൽ ആക്ച്വലി ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഫ്ലാഷ് മോഡ് ഓൺ ആവാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫ്ലാഷ് ഓൺ ആവാട്ടാ. അത് ഓട്ടോമാറ്റിക് ഫ്ലാഷ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ലോ ലൈറ്റ് മോഡ് ആണിട്ട്. ഇതിപ്പോൾ ഫ്ലാഷ് ഓൺ ആയി. ഞാൻ ഇനി ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാട്ടാ. ഞാൻ ലൈറ്റ് ഓൺ ആക്കി. ഇത് ഇവർ ഫ്ലാഷ് ഇട്ടെടുത്തിട്ടും ഐഫോണിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്ലാഷ് ഇട്ടെടുത്ത iPhone 15 ഇത് ഫ്ലാഷ് ഒന്നും ഇടാണ്ട് എടുത്ത സാംസങ് S23 അല്ലേ. വ്യത്യാസം കണ്ടോ? ഇതിൽ ശരിക്കും അധികം ഫ്ലാഷ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ സാധനം കിടിലൻ സാധനമുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ട് ക്യാമറ ഒക്കെ iPhone 15 നല്ല ക്യാമറയാണ്. അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ വീഡിയോയിൽ ഇതുവരെ തന്നെയാണ്. വീഡിയോ ഇതിൽ മോശമൊന്നല്ല. ഞാൻ എന്നാലും പ്രത്യേകിച്ച് ഈ iPhone അടിച്ച് കയറുന്നത് വീഡിയോയിൽ സ്റ്റെബിലൈസേഷനില്ല. അതാണ് അവരുടെ ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ വീഡിയോ പർപ്പസ് ചെയ്യാമെന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് iPhone S23 ഇപ്പോൾ എടുക്കുന്നത് നല്ലതാണോ, 2024 പകുതി ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം ആയല്ലോ, ഇപ്പോഴും എടുക്കുന്നത് നല്ലതാണോ, അത് കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇപ്പോഴും എടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ S24 എടുക്കാം. പക്ഷേ വലിയ ഡിഫറൻസ് സംഭവമൊന്നും ഇല്ല. നമുക്കിപ്പോൾ ആക്ച്വലി ഒരു 60,000 രൂപയ്ക്ക് ആ റേഞ്ചിലൊക്കെ നമുക്ക് ആമസോണിലും S24 ഓഫർ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ലേറ്റസ്റ്റ് സാധനം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ S24 എടുക്കാം. പക്ഷേ അത് വേസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ വലിയ ഡിഫറൻസ് സംഭവമൊന്നും ഇല്ല. പിന്നെ അതിൽ വരുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ എക്സിനോസ് പ്രോസസ്സറാണ്. അത് ഭാവിയിൽ എന്താ പറയുക ലാഗ് ആവാനും ഒക്കെ ഇഷ്യൂ ഉണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് എക്സിനോസ് അത്യാവശ്യം നല്ല ആർക്കിടെക്ചറിലൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ എക്സിനോസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ അത്രയ്ക്ക് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പ്ലോന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ബൈ.